ഹലോ ഗേൾസ്, ഇന്ന് ഞാനൊരു യാത്ര പോവാണ്. ഒരു ചെറിയ യാത്ര, പക്ഷേ ഇന്നത്തെ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് ഞാൻ പോകുന്നത് ശലഭങ്ങളുടെ കൂടെയാണ്. എന്താ ശലഭം അല്ലേ? നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും ശലഭം എന്ന്. ഒരു ശലഭയാത്ര, ശരിക്കും പറഞ്ഞാൽ ശലഭങ്ങൾ തന്നെ കേട്ടോ. അവരുടെ കൂടെ ഇന്നൊരു യാത്ര പോവാണ്. ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ്. ഞാൻ മാത്രമല്ല, മോനും വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വഴിയെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. കോഴിക്കോടിൻ്റെ സ്വന്തം കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആരാണെന്നല്ലേ? അവർ ഞങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ മനോഹരമാക്കുന്ന സ്ഥലങ്ങളല്ല, നമ്മളുടെ കൂടെയുള്ള ആളുകളാണ്. അതെ, എൻ്റെ ഈ യാത്രയെ മനോഹരമാക്കുന്നത് എൻ്റെ ചിത്രശലഭങ്ങളാണ്. അവരെ കൂടെയുള്ള ഇന്നത്തെ യാത്ര എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായിരിക്കും. എന്നും ഓർക്കാനുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും കുട്ടനാടിൻ്റെ അതുപോലെയുള്ള ഭംഗി, കോഴിക്കോട് കായലിൻ്റെയും ബോട്ടിൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങളെല്ലാവരും ഇന്ന് അകലാപ്പുഴയിലേക്കാണ് എത്തിയിരിക്കുന്നത്. സെബിനാസ് ചാരിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ട്രസ്റ്റ് എന്ന അവരുടെ കീഴിലാണ് ഈ ചിത്രശലഭങ്ങളെ ഇന്ന് നമ്മൾ യാത്ര നടത്തുന്നത്. ഒരുപാട് നന്ദി പറയാണ് സെബിന എന്ന ആ ഒരു വ്യക്തിയോട്. കാരണം ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കാനും വീൽ ചെയറിൽ മാത്രം കഴിയുന്ന ആളുകൾക്ക് പുറംലോകം കാണിക്കാനും ആ ഒരു വലിയ മനസ്സിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സെബിനയുടെ വലിയൊരു സ്വപ്നമാണ് എന്നെപ്പോലെയുള്ള ആളുകളെ ഈ പുറംലോകം കാണിക്കണം. എന്നും വീൽ ചെയറിൽ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ഭംഗി അവരും ആസ്വദിക്കണമെന്ന ആ ഒരു ചിന്തയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചെങ്ങാതിക്കൂട്ടം എന്ന രീതിയിൽ സെബിന എന്ന വ്യക്തിയെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും ഈ യാത്രയിൽ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇനി സ്ഥലത്തേക്കാൾ ഭംഗി ശലഭങ്ങളുടെ കൂടെയുള്ള ഈ ഒരു നിമിഷമാണ്. കുട്ടനാടിൻ്റെ ഭംഗിയും അതുപോലെ ശലഭങ്ങളുടെ സ്നേഹവും ഈ യാത്രയെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കുട്ടനാടിൻ്റെ ഭംഗി അതുപോലെ ആസ്വദിക്കാൻ നമുക്ക് പറ്റും.
ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി നൃത്തം ചെയ്യും ഭാവസ്വാമി ഇത്രേ ഉള്ളൂ ഭാവസ്വാമി നൃത്തം ചെയ്യും ഭാവസ്വാമി വന്നിട്ടുണ്ട് ഭാവസ്വാമി 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 ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവ പ്രേമിക്കാതെ പോകല്ലേ ഈ പ്രേമം വിട്ടു കളയല്ലേ വിഷും കാറ്റേ വന്നേ ഉസിരിന്റെ കഥ പറഞ്ഞാട്ടേ വിവരവും സന്ദേശ വിശേഷമതിയേ മദീനാനിധിയേ മധുബിംബഗൗരി മധുരമുനീരേ ചതുർവിധാനേ ശംസുൽ ഹുദാവേ മണിദീപമേ മന്തി മദീനാനിലാവേ മധുബുലിയാസി മുഹമ്മദ് റസൂലേ തീരം കഴുകി വരും കനിനി കാറ്റേ അങ്ങനെ ശലഭങ്ങളെല്ലാവരും കൂടി പാട്ടൊക്കെ പാടി ഞങ്ങളിതാ ബീച്ചിനോട് വിട പറഞ്ഞു. ഇനി അടുത്ത് ഭക്ഷണം കഴിക്കാനാണ്. അപ്പം ഞങ്ങൾ നല്ല ഒരു തക്കാരം എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ മുന്നേ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇന്നത്തെ യാത്ര അതിമനോഹരമായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല എനർജി ആയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിച്ചത്. ഇനിയും ഇതുപോലെ യാത്ര ചെയ്യാൻ
ശലഭങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞങ്ങളെ ശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചങ്ങാതിക്കൂട്ടം എന്ന ആ ഒരു കൂട്ടായ്മയും നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകണം.